പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ അടിസ്ഥാനമാണ് 10 കൽപ്പനകൾ. ഈ കൽപ്പനകളെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം തുടരുമ്പോൾ ഇന്ന് നാം സംസാരിക്കുന്നത് കത്തോലിക്കാ പാരമ്പര്യത്തിലെ രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ചാണ്. ദൈവത്തിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ഈ കൽപ്പന നമ്മുടെ സംസാരത്തിലും ചിന്തകളിലും ദൈവത്തിന് നാം നൽകേണ്ട ആദരവിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. ഈ കൽപ്പന എത്രത്തോളം ഗൗരവമായതാണെന്ന് നമുക്ക് POC ബൈബിളിലെ പുറപ്പാട് 20:7 വാക്യം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. എന്തെന്നാൽ കർത്താവ് തന്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ ശിക്ഷിക്കാതെ വിടുകയില്ല. സുഹൃത്തുക്കളെ, ബൈബിളികമായ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിയുടെ നാമം എന്നാൽ ആ വ്യക്തിയുടെ സത്തയും ശക്തിയും വ്യക്തിത്വവും മഹത്വവുമാണ്. ദൈവത്തിന്റെ നാമം അവിടുത്തെ പരിശുദ്ധമായ വ്യക്തിത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം നാം വൃഥാ ഉപയോഗിക്കുമ്പോൾ നാം നിസ്സാരവൽക്കരിക്കുന്നത് അവിടുത്തെ അനന്തമായ ശക്തിയെയും വാഗ്ദാനങ്ങളോടുള്ള വിശ്വസ്തതയെയുമാണ്. അവിടുത്തെ നാമം എപ്പോഴും ഭക്തിയോടും ബഹുമാനത്തോടും കൂടി മാത്രമേ ഉച്ചരിക്കാവൂ എന്ന് ദൈവം ആവശ്യപ്പെടുന്നു. കത്തോലിക്കാ സഭയുടെ വേദോപദേശം CCC